ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒക്ട എഫക്ട്സിൽ നമുക്ക് എങ്ങനെ ഒരു ID ക്രിയേറ്റ് ചെയ്യാം, അതിലൂടെ നമുക്ക് നല്ല സക്സസ് ട്രേഡ് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു റെഫർ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ കൂടി രജിസ്റ്റർ ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിഗ്നൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഗൂഗിളിൻ്റെ ഒക്കെ. അപ്പോൾ നമ്മളതിൽ രജിസ്റ്റർ ചെയ്യാൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ താഴെ കാണുന്ന ആ ലിങ്കിൽ അല്ലെങ്കിൽ കമാൻഡ് ബോക്സിൽ ഞാൻ ആ ലിങ്ക് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുമ്പോൾ ഇതേപോലുള്ള ഒരു ലിങ്കിലേക്ക് കയറുന്നുണ്ടാകുക. നേരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ അക്കൗണ്ട് എന്നുള്ള ഭാഗം കാണാൻ പറ്റും. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിങ്ങൾ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സോ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾ ഇമെയിൽ അഡ്രസ്സാണ് ഇവർ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ആപ്പിൾ ID പറ്റും. നിങ്ങൾക്ക് ആപ്പിൾ ID ആണെങ്കിൽ ആപ്പിൾ ID, അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ ഒക്കെ ചെയ്യാൻ പറ്റും. ഏറ്റവും ബെറ്റർ ആയിട്ട് ഞാൻ പറയുന്നത് നമുക്ക് ഇമെയിൽ അഡ്രസ്സ് ഉപയോഗിച്ച് ചെയ്യാമെന്നാണ്. അത് ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ ഇമെയിലും പാസ്വേഡ് കൊടുത്തിട്ട് ടിക്ക് കൊടുത്തതിന് ശേഷം സൈൻ അപ്പ് എന്നുള്ള ഭാഗത്ത് കൊടുക്കാം. ഇത്രത്തോടെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയി. അക്കൗണ്ട് ക്രിയേറ്റ് ആയതിനു ശേഷം നമ്മൾ പ്ലേ സ്റ്റോറിലേക്ക് പോവാം. പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിലോ നിങ്ങൾക്ക് പോകാൻ പറ്റും. ആപ്പിളാണ് ആപ്പിൾ സ്റ്റോറിൽ. ഇവിടെ ഒക്ട എഫക്ട്സ് എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു കാണാൻ പറ്റും. ഇങ്ങനെ ഒരു ലോഗോ ആയിരിക്കും വരുന്നുണ്ടാകുക. ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക, ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിങ്ങളെ അക്കൗണ്ട് ഇവിടെ ഇതുപോലെ ആയിരിക്കും ഉണ്ടാകുക. നിങ്ങൾക്ക് ഡെമോ അക്കൗണ്ട് ആയിരിക്കും വരുന്നുണ്ടാകുക, ഇതുപോലത്തെ അക്കൗണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഈ പ്ലസ് ബട്ടൺ ഉണ്ടല്ലോ, ഈ പ്ലസ് ബട്ടണിൽ റിയൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെമോയിൽ പോയിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഡെമോയിൽ പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അതേപോലെ നിങ്ങൾ റിയൽ അക്കൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റിയലിൽ പോയതിന് ശേഷം ഇവിടെ ക്രിയേറ്റ് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ ഒക്ട ട്രേഡർ കാണാൻ പറ്റും. അതേപോലെ ഒക്ട എഫക്ട്സിൻ്റെ MT5 കാണാൻ പറ്റും. നമുക്ക് ഒക്ട എഫക്ട്സിൻ്റെ MT5 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ MT4 യൂസ് ചെയ്യും. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് നമുക്ക് MT5 ആണ്. അപ്പോൾ ഇതിൽ ക്രിയേറ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ എത്ര ലിവറേജ് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടത്ര ചെയ്യാം. ഏറ്റവും ചുരുങ്ങിയത് 1 സംതിങ്ങിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇതിൽ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും വരുന്നുണ്ടാകുക. MT5 പോയതിന് ശേഷം ഇതേപോലെ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് വരും. ഈ അക്കൗണ്ടാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതിന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇവിടെ നിങ്ങൾക്ക് വിഡ്രോവൽ കാര്യങ്ങൾ, ഇതിലുള്ള ബാലൻസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്കിതിൽ ട്രേഡിങ്ങിൻ്റെ ഒരു അക്കൗണ്ട് പാസ്വേഡ് ഉണ്ടാവും, അത് നിങ്ങൾ സെറ്റ് ചെയ്യണം. അപ്പോൾ അക്കൗണ്ട് സെറ്റിങ്സ് ഉള്ള ഭാഗത്ത് പോവാം. ഇവിടെ നിങ്ങൾക്ക് റീസ്റ്റോർ പാസ്വേഡ്, ചേഞ്ച് പാസ്വേഡ് കാണാൻ പറ്റും. നിങ്ങൾക്ക് റീസ്റ്റോർ പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഇതിലേക്ക് ഒരു OTP വരും നിങ്ങളെ മെയിലിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് ഒരു പാസ്വേഡും ഒരു യൂസർ നെയിം കിട്ടും. അത് നിങ്ങൾ എന്ത് ചെയ്യണം, അത് നിങ്ങൾ MT5ൻ്റെ അക്കൗണ്ടിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ MT5 പ്ലേ സ്റ്റോറിൽ പോവാം. MT5 അപ്പോൾ ഈ സംഭവമാണ് വരുന്നത്. ഇതിൻ്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്, ഞാൻ അപ്ഡേഷൻ ചെയ്യുന്നുണ്ട്. ഈ MT5 എന്നുള്ള ഈ ഫോറസ്റ്റ് സ്ട്രോക്ക് എന്നുള്ള ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തതിൻ്റെ ശേഷം ചെയ്യാൻ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഉദാഹരണം ഞാനിത് ഡെമോയിൽ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ ഒരു റിയൽ അക്കൗണ്ടാണിത്. ഒരു ബാലൻസ് കുറവാണ്, വേറെ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ ഡെമോ അക്കൗണ്ട് ഞാൻ ജസ്റ്റ് MT5ൽ കൊണ്ടുപോയിട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഡെമോ അക്കൗണ്ടാണ്. ഈ ഡെമോ അക്കൗണ്ടിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്കിവിടെ അതിൻ്റെ ഓപ്ഷനിലേക്ക് പോകും. അക്കൗണ്ട് സെറ്റിങ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പാസ്വേഡ് കിട്ടും. ഇവിടെ ഈ റീസ്റ്റോർ പാസ്വേഡ് എന്നുള്ളത് ചെയ്താൽ നിങ്ങളെ മെയിലിലേക്ക് ഒരു OTP വരും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. റീസ്റ്റോർ കൊടുത്തു. അപ്പോൾ ന്യൂ പാസ്വേഡ് ഇൻ സെൻഡ് മെയിൽ, ഇമെയിലിലേക്ക് സെൻഡ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് അവിടെ പോവാം. ഇനി നമുക്ക് MT5ലേക്ക് പോവാം. അപ്പോൾ നമ്മളെ മെയിൽ ഞാൻ ചെക്ക് ചെയ്യാണ്. എൻ്റെ മെയിലിലേക്ക് ഒരു OTP മെസ്സേജ് അയച്ചു തന്നിട്ടുണ്ട് ഡെമോൻ്റെ.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നമ്മൾ ഈ അക്കൗണ്ട് കോപ്പി ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ കോപ്പി ചെയ്യാൻ പറ്റും. കോപ്പി ചെയ്യാം. നിങ്ങൾ നേരെ ഇവിടെ പോവാം, നമ്മളെ മെറ്റാ ട്രേഡറിൽ ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. MT5 ഇങ്ങനെ ഒരു സംഭവമായിരിക്കും വരിക, ഇൻ്റർഫേസ് വരുന്നുണ്ടാകുക. അപ്പോൾ ഇതുപോലെ ആയിരിക്കും ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നുണ്ടാകുക. പക്ഷേ ഇവിടെ പോയിട്ട് ഈ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഈ 3 ഡോട്ട് ഉണ്ടല്ലോ വരാം, ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇവിടെ മാനേജ് അക്കൗണ്ട് എന്ന് കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ പ്രസ് ബട്ടൺ കാണാൻ പറ്റും. ഈ പ്രസ് ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഒറ്റ FX എന്ന് ജസ്റ്റ് അടിച്ചു കൊടുത്താൽ ഇവിടെ ഇതേപോലെ കാണിക്കും. ഇതാണ് ഒറ്റ FXൻ്റെത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളെ റിയൽ അക്കൗണ്ട് ആണെങ്കിൽ റിയൽ അക്കൗണ്ട് ചെയ്യുക, ഡെമോ ആണെങ്കിൽ ഡെമോ ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ഡെമോയിൽ ചെയ്ത് നോക്കാം. റിയൽ ആണെങ്കിൽ റിയലിൽ കൊടുക്കണം. ഓക്കെ, നമ്മൾ ഡെമോയിൽ ഒറ്റ FXൻ്റെ റിയൽ 2 ആണ്, റിയൽ 1 ഉണ്ട്. ഞാൻ ഡെമോയിൽ കൊടുത്തു. എന്നിട്ട് ലോഗിൻ എന്നുള്ളത് നമ്മൾ നേരത്തെ കൊടുത്ത ആ യൂസറിനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാസ്വേഡ് നമ്മളെ മെയിലുണ്ട്. പാസ്വേഡ് ജസ്റ്റ് പ്രസ് ചെയ്യുക, കോപ്പി ചെയ്യാം. ജസ്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് അടിക്കുക. ഓക്കെ, പാസ്വേഡ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് ലോഗിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കാണാൻ പറ്റും നമ്മളെ ഡെമോ അക്കൗണ്ട് ഇവിടേക്ക് വന്നിട്ട് 5800 സംതിങ് ഡെമോയിൽ ഒരു ബാലൻസ് തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഈ ചാർട്ടിൽ പോവാം. ചാർട്ടിൽ പോയതിന് ശേഷം നമുക്കിവിടെ ഇവിടെ മുകൾ ഭാഗത്ത് ചിലപ്പോൾ ഇതേപോലെ ഉണ്ടാവില്ല, ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ മുകൾ ഭാഗത്ത് ഈ കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ബൈ സെല്ല് 2 ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് സിഗ്നൽ വന്നത് ഏതാണെന്ന് നോക്കാം. സിഗ്നൽ വന്നത് ബൈ ആണെങ്കിൽ ബൈ, പിന്നെ ലോട്ട് എത്രയാണ് നമ്മൾ ചെയ്യുന്നത്, 0.1 ആണ് മിനിമം ലോട്ട്. അപ്പോൾ 0.0.1 ഇങ്ങനെയാണ് ലോട്ട്. പിന്നെ നമുക്ക് 2 കൊടുക്കാം, 3 കൊടുക്കാം. അപ്പോൾ മിനിമം കുറഞ്ഞത് 1 ആണ്. ആ 1 ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബൈ ആണ് ബൈ എന്നുണ്ടെങ്കിൽ സെല്ലാണ് സെല്ല്. ഇത് ഞാൻ ഡെമോയിൽ കാണിക്കുക എന്നുള്ളൂ. ഇത് വേണമെങ്കിൽ ഒറിജിനൽ ചെയ്യുമ്പോൾ സിഗ്നൽ കിട്ടും, അതേപോലെ ചെയ്താൽ മതി. 0.1 ലോട്ട് നിങ്ങൾ ക്യാപിറ്റൽ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മിനിമം 500 USDT നിങ്ങൾ ഇതിലുണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. മിനിമം $50 ഉണ്ടെങ്കിൽ നമുക്ക് ഗോൾഡ് ട്രേഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സെല്ല് എന്നുള്ള ഭാഗത്ത് സെല്ലാണ് സിഗ്നൽ വന്നിട്ടുള്ളത്, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ സെല്ലിന് ജസ്റ്റ് 0.1 സിഗ്നൽ കൊടുക്കുക. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. സെല്ല് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സെല്ലായിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് സെല്ല് ഇവിടെ സെല്ലായിട്ട് ഇവിടെ കാണാൻ പറ്റും സെല്ല്. അപ്പോൾ നമുക്ക് നമ്മൾ പ്രോഫിറ്റ് എവിടെയാണെന്നുള്ളത് നമുക്ക് കാണുകയാണെങ്കിൽ ഇവിടെ ട്രേഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും എവിടെ സെല്ല് കൊടുത്തതാണോ, ഏതാണ് USDT. ഗോൾഡാണ് ഗോൾഡ്, ഇവിടെ ഗോൾഡാണ്, ഇവിടെ ഗോൾഡ് എടുക്കാൻ പറ്റും. ഇതാണ് ഗോൾഡ്. ഇതിലേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഓൾറെഡി അവർ തരുന്നതാണ്. നമുക്ക് അതിൽ ഗോൾഡിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് നമുക്ക് കറൻസി വേണമെങ്കിലും ഗോൾഡ് വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്കിവിടെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ വരും. ഇവിടെ XAU കേട്ടോ, USD ഇതാണ് ഗോൾഡ്. ഇതടിച്ചാൽ തന്നെ ഇവിടെ വരും. ഇപ്പം നേരെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അവിടെ കാണാതാവും. പിന്നെ ജസ്റ്റ് ബാഗിലേക്ക് വരിക. ബാഗ് വരുമ്പോൾ ഇവിടെ അത് വന്നിട്ടുണ്ടാവും കേട്ടോ. ഇതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക, ചാർട്ട് എടുക്കുക. ചാർട്ട് പോയാൽ നമ്മൾ ഗോൾഡിൻ്റെ ചാർട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് സെല്ലാണ് സെല്ല്, ബൈ ആണ് ബൈ. ഇവിടെ ഞാനൊരു സെല്ല് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു 0.1 2 ലോട്ടിൽ കൊടുക്കുകയാണ്. അപ്പോൾ 2 കൊടുത്തു, സെല്ല് കൊടുത്തു. ഇവിടെ സെല്ലായിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ ട്രേഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഏകദേശം ഇവിടെ ടോട്ടൽ പ്രോഫിറ്റ് കാണിക്കുന്നത് എത്ര വേണ്ടെന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ വലിച്ചാൽ ഇവിടെ ഓപ്ഷൻ കിട്ടും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തിവിടെ ക്ലോസ് പ്രോഫിറ്റ് എന്നുള്ളത് വിത്ത് ലോസ് ആണ് ലോസ്, പ്രോഫിറ്റ് ആണ് പ്രോഫിറ്റ് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. ഇതുപോലെയാണ് നമ്മൾ ട്രേഡ് എടുക്കാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ സിഗ്നലും കാര്യങ്ങളൊക്കെ നമ്മൾ തരുന്നുണ്ടാവും. നിങ്ങൾ നമ്മളെ കീഴിലാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വാട്സപ്പിലോ അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറോ അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിലോ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പിന്നെ കാര്യങ്ങൾ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ ഞങ്ങൾ സിഗ്നൽ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ 95% വിന്നിങ് ട്രേഡ് ആണ് നമ്മൾ കൊടുക്കാറുള്ളത്, സിഗ്നലാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ ചെറിയ ലോട്ടുകൾ എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് പരീക്ഷിക്കുക. എന്നിട്ട് നിങ്ങൾക്ക്
അത്യാവശ്യം പ്രോഫിറ്റ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം വലിയ ക്യാഷ് ഇട്ടിട്ട് ചെയ്യാം. അപ്പോൾ ഇത്ര മാത്രമേ ഇത് ചെയ്യാനുള്ളൂ. പിന്നെ ഇതിൽ നമ്മൾ പോയി KYC വെരിഫിക്കേഷൻ ഉണ്ടാവും. അതിൽ പോയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണെങ്കിൽ നിങ്ങൾ ഇതിൽ പോയിട്ട് KYC ചെയ്യേണ്ടതുണ്ട്. ഇവിടെ സൈഡിൽ പോയി കഴിഞ്ഞാൽ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് KYC ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. ഞാൻ ഓൾറെഡി വെരിഫൈഡ് ആണ്. അപ്പോൾ അത് വെരിഫൈ ചെയ്യുക. KYC ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആധാർ കാർഡ്, പാൻ കാർഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് മതി. ഒരു ID കാർഡ് എന്തെങ്കിലും മതിയാവും, വേറെ ഒന്നും വേണ്ട. അത് കൊടുത്താൽ തന്നെ ഒരു 3 മണിക്കൂറിൽ തന്നെ നിങ്ങളെ KYC വെരിഫൈഡ് ആവും. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾ ഇത് ചെയ്യേണ്ടത്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് അതിൽ ക്രിയേറ്റ് ചെയ്യാം, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. ടെലിഗ്രാം ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചാൽ പറഞ്ഞുതരും. ഓക്കെ.